യാഷ് നായകനായ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസറിനെ ചൊല്ലി ഉടലെടുത്ത വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. ടീസറിലെ ദൃശ്യങ്ങളെ ന്യായീകരിച്ച സംവിധായിക ഗീതു മോഹൻദാസിനും അവർക്ക് പിന്തുണയുമായെത്തിയ റിമ കല്ലിങ്കലിനുമെതിരെ രൂക്ഷമായ ഭാഷയുമായാണ് നിർമ്മാതാവ് വിജയ് ബാബു രംഗത്തെത്തിയിരിക്കുന്നത്. ഇരട്ടത്താപ്പിന്റെ രാജ്ഞിമാർ എന്ന് ഇവരെ വിശേഷിപ്പിച്ച വിജയ് ബാബു സ്വന്തം സൗകര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നവരാണ് ഇവരെന്നും ആരോപിച്ചു. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മകളെയും അവരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെയും ലക്ഷ്യം വച്ചായിരുന്നു വിജയ് ബാബുവിന്റെ പ്രതികരണം. ഇരട്ടത്താപ്പിന്റെ രാജ്ഞിമാരെക്കുറിച്ച് അവരുടെ ഓരോരുത്തരുടെയും കഥകൾ പറഞ്ഞു തുടങ്ങിയാൽ അത് അവസാനിക്കില്ല. അവരുടെ വാക്കിനും പ്രവൃത്തിക്കും മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ ആനുകൂല്യങ്ങളും എപ്പോഴും കൈപ്പറ്റിക്കൊണ്ട് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് വാക്കിനെയും പ്രവൃത്തിയെയും വളച്ചൊടിക്കുന്നവരാണവർ. ഒരു പുരുഷനെയോ പുരുഷന്മാരെയോ ആക്രമിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം സ്ത്രീരത്നങ്ങൾ എന്ന നിലയിൽ അവർ ഒന്നിച്ചു ചേരും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി കൂട്ടമായി ആക്രമിച്ച ശേഷം അടുത്ത ഇര വരുന്നതുവരെ അവർ പിരിഞ്ഞു പോകും. എന്നാൽ സ്വന്തം കാര്യത്തിൽ ഇവർക്ക് ഏതൊരു നിലപാടുകളോ ചിട്ടവട്ടങ്ങളോ ഇല്ല. ആടിയും ഉലങ്ങി നിൽക്കുന്ന ഇവർക്ക് കൃത്യമായ നയങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. അതാത് സമയത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ വെറുമൊരു വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രമാണത്, വിജയ് ബാബു പറഞ്ഞു. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ടീസറിലെ ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയ വിമർശിച്ചതോടെയാണ് തർക്കങ്ങൾ തുടങ്ങിയത്. മുൻപ് കസബ് പോലുള്ള സിനിമകളിലെ സ്ത്രീവിരുദ്ധതയെ നഖശിഖാന്തം എതിർത്ത ഗീതു സ്വന്തം സിനിമയിൽ പുരുഷാഘോഷങ്ങൾക്കും മാസ് എലിമെന്റുകൾക്കും വേണ്ടി സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.